ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ടേബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ് കേട്ടോ. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്നിട്ട് ഞാൻ മെല്ലെ റിവിഷനിലേക്ക് കിടക്കുകയാണ്. അപ്പം ആദ്യമേ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്സും ഈ ആഴ്ചത്തെയും അങ്ങനെ പുറകോട്ട് പോയി എല്ലാ ടോപ്പിക്സും ഇന്നേവരെ പഠിച്ചതെല്ലാം എല്ലാ ദിവസവും റിവൈസ് ചെയ്യും. അത് ഞാൻ ഇന്ന് ഉറപ്പ് വരുത്താറുണ്ട്. അപ്പം തുടങ്ങിക്കഴിഞ്ഞ് ഒരു 1 hour 2 hour ഞാൻ റിവൈസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഫ്രഷ് ടോപ്പിക്സ് പഠിച്ചു തുടങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈം പോകുന്നുണ്ട് ഫ്രഷ് ടോപ്പിക്സ് തുടങ്ങാനാണെങ്കിൽ. എന്നാൽ ഞാൻ റിവൈസ് ചെയ്യാനായിട്ട് ഇന്നും ഞാൻ ശ്രദ്ധ കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ദിവസം റിവിഷന് വേണ്ടി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ആവർത്തിക്കും. പിന്നെ ഞാനത് വരെ പഠിച്ചെല്ലാം ഞാൻ മറന്നു പോകും. അപ്പം അങ്ങനെയാണ് ഇതുവരെ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിവൈസ് ചെയ്യുക എന്ന കാര്യം സ്കിപ്പ് ചെയ്യാതെ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. സമയം പോയാലും സാരമില്ല, റിവൈസ് ചെയ്തിട്ട് പുതിയത് പഠിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. അപ്പം റിവൈസ് ചെയ്യുവാണ്. അപ്പം റിവൈസ് ചെയ്തിട്ട് പിന്നെ ഞാൻ അടുത്തത് ക്ലാസ് കേൾക്കാമെന്ന് വിചാരിച്ചപ്പം മാത്സിൻ്റെ ക്ലാസ്സാണ് അതിൽ തന്നെ. അപ്പോൾ ഫസ്റ്റ് 2 ക്ലാസ്സുണ്ട് ഒരു ദിവസം. അപ്പം ആദ്യത്തെ ക്ലാസ്സാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് 11:30 മുതൽ 12:30 വരെയാണ് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സാണ് കേൾക്കുന്നത്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് നേരെ പോയി ലഞ്ച് കഴിച്ചിട്ട് വീണ്ടും പഠിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ അടുത്ത സെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 2 മണി തൊട്ടുള്ള അടുത്ത സെക്ഷനുണ്ട്. അപ്പം അത് 3 മണി വരെ ഉണ്ട്. അപ്പം ആ ക്ലാസ് കേൾക്കുവാണ്. അത് മാത്സ് തന്നെയാണ് കേട്ടോ. സെക്കൻഡ് സെക്ഷൻ മാത്സ് തന്നെയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ കുറച്ച് നേരം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ബ്രേക്ക് എടുത്തു. വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും ക്ലാസ് കേൾക്കുകയാണ്. ആ ക്ലാസ് തന്നെയാണ് കേട്ടോ. അപ്പം അത് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും ഇനി അടുത്ത പൊളിറ്റിക്സിൻ്റെ ക്ലാസ് ഉണ്ട് ഇന്ന് തന്നെ. അപ്പം മാത്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അത് കേൾക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇംഗ്ലീഷും ഉണ്ട്. അങ്ങനെ 2 ക്ലാസ്സും കൂടെ ഇനിയുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം അത് കേൾക്കാനായിട്ട്. അപ്പം അങ്ങനെ ക്ലാസ് കേൾക്കും. പിന്നെ അവർ അതിൽ കാണിക്കുന്ന പ്രോബ്ലംസ് അത് ഞാൻ സോൾവ് ചെയ്തിട്ട് ആൻസർ നോക്കും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ പ്രോബ്ലംസൊക്കെ. അപ്പം ആദ്യമേ കുറച്ച് കോൺസെപ്റ്റ്സൊക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രോബ്ലംസ് ചെയ്യാൻ തരും. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ മാത്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ വേറെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി ചെയ്യുന്നത്. അപ്പം എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം മാത്സിലാണ് വേണ്ടത്. അപ്പം ഈ ക്ലാസ് തീർന്ന വരെ ആയിരിക്കും ഈ വീഡിയോ മൊത്തത്തിലുള്ളത് കേട്ടോ. ഈ ക്ലാസ് കണ്ട് തീർക്കും. അതാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ആഫ്റ്റർനൂൺ സ്റ്റഡി വരെയുള്ളൊരു സ്റ്റഡി റൂട്ടീൻ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.